प्यारे दोस्तों, आदाब अर्ज़, अस्सलाम वालेकुम। कैसे हैं आप लोग? सब लोग ठीक है ना? मेरा उम्मीद ये है कि आप सब लोग अपना घर में सलामत ही रहा होगा और आपके सलामत के लिए मैं खुदा से मेरे दिल से दुआ भी करता हूँ। 10वीं दर्जा के पहला ഓൺലൈൻ ക്ലാസ് से मैं सबको ദഅവത്ത് करता हूँ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും അവനവൻ്റെ വീട്ടിൽ വളരെ സുഖത്തോടെ കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാട്സപ്പിലും മറ്റു മാർഗങ്ങളിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും എല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പാഠഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. സതാത്തിഹെ മുഫ്ലിസി എന്ന പാഠമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ മനോഹരമായിട്ടുള്ള ഒരു നസമാണ്. നസീർ അക്ബറാബാദി എഴുതിയ ഒരു മനോഹരമായ കവിതയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സതാത്തിഹെ മുഫ്ലിസി എന്നാണ് ആ പാഠത്തിൻ്റെ പേര്, ആ നസ്മിൻ്റെ പേര്. മുഫ്ലിസി എന്നാൽ ദാരിദ്ര്യം എന്നർത്ഥം. ദാരിദ്ര്യത്തിന് നമ്മൾ മറ്റൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, ഗരീബി എന്ന്. ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, ഗരീബി എന്നാൽ ദാരിദ്ര്യം. മുഫ്ലിസ് എന്നാൽ ദരിദ്രൻ, മുഫ്ലിസി എന്നാൽ ദാരിദ്ര്യം. സതാത്തിഹെ മുഫ്ലിസി, ദാരിദ്ര്യം വേട്ടയാടുന്നു, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്നു എന്നർത്ഥം. ദാരിദ്ര്യം വേദനിപ്പിക്കുന്നു, ബുദ്ധിമുട്ടാക്കുന്നു എന്നുള്ള അർത്ഥമാണ് സതാത്തിഹെ മുഫ്ലിസി എന്ന. ഞാൻ വായിക്കുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട് പാഠഭാഗത്തിൻ്റെ. അതുകൊണ്ട് വായിക്കാനും കൂടെ അതിൻ്റെ അർത്ഥവും ഒരുമിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. बेटे, तुम यही इस दुकान के पास रहो, मैं अपना काम पूरा करके अब भी आई. बेटे, മകനെ, तुम यही इस दुकान के पास रहो, നീ ഇവിടെ ഈ കടയുടെ അടുത്ത് നിൽക്കൂ. मैं अपना काम पूरा करके अब भी आई, ഞാൻ എൻ്റെ ജോലി മുഴുവനാക്കിയിട്ട് ഇപ്പോൾ വരാം. ജോലി പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ വരാം. ആരോ മകനോട് പറയണല്ലേ? ആരാ പറയുന്നത് നമുക്ക് നോക്കാം. लक्ष्मी अपने बेटे साजन को दुकान पर छोड़कर बाज़ार की सफाई में मसरूफ़ हो गई. ലക്ഷ്മി തൻ്റെ മകനെ ഒരു കടയുടെ ഭാഗത്ത് നിർത്തിയിട്ട് ദുക്കാൻ പർ ചോഡ്കർ ബാസാർ കി സഫായി മേ മസ്റൂഫ് ഹോ ഗയി. ബാസാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങാടി അല്ലേ? നമ്മൾ മലയാളത്തിലും ബാസാർ എന്ന് പറയലുണ്ട്, ബാസാർ പോയി വരിക എന്ന് പറയലുണ്ട് അല്ലേ? ബാസാർ കി സഫായി മേ മസ്റൂഫ് ഹോ ഗയി, ആ അങ്ങാടിയുടെ ആ ബാസാറിൻ്റെ ക്ലീനിങ് ജോലി. സഫായി എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നതിൽ മസ്റൂഫ് ഹോ ഗയി, മുഴുകി. മസ്റൂഫ് എന്ന് പറഞ്ഞാൽ മുഴുകുക. അപ്പോൾ ലക്ഷ്മി തൻ്റെ മകനോട് പറയാണ്, മോനെ ഇവിടെ നിൽക്ക്, ഞാൻ എൻ്റെ പണി തീർത്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരാണ്, മകൻ്റെ പേരാണ് സാജൻ. സാജൻ്റെ അമ്മയായ ലക്ഷ്മിക്ക് അങ്ങാടി ക്ലീനിങ് ആക്കലാണ് അല്ലെങ്കിൽ വൃത്തിയാക്കലാണ് ജോലി എന്നുള്ള കാര്യം നമുക്കിതിന് മനസ്സിലായി. ആ സമയത്ത് മകൻ കാണുന്ന പട്ടണത്തിൻ്റെ അവസ്ഥയാണ്, സാജൻ കാണുന്ന പട്ടണത്തിൻ്റെ അവസ്ഥയാണ് ഇനി താഴെ വിവരിക്കുന്നത്. ഷഹർ മേ ബഡി ചഹൽ പഹൽ ഥി. ഷഹർ മേ ബഡി ചഹൽ പഹൽ ഥി. പട്ടണത്തിൽ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ചഹൽ പഹൽ എന്ന് പറഞ്ഞാൽ തിരക്കായിരുന്നു. ഷഹർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് പട്ടണം. ഗ്രാമത്തിന് എന്താ പറയുക? ഗാവ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഷഹർ മേ ബഡി ചഹൽ പഹൽ തി. പട്ടണത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. ചാറോം തറഫ് ഷോർ വഗൽ മച്ചാ ഹുവാ താ. ചാറോം തറഫ്, ചാർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ചാറോം തറഫ്, 4 ഭാഗത്തും, തറഫ് എന്ന് പറഞ്ഞാൽ ഭാഗം. ഷോർ വഗൽ മച്ചാ ഹുവാ താ, ഭയങ്കര ബഹളമായിരുന്നു. ഷോർ വഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയും അല്ലേ? 4 ഭാഗത്തും ഭയങ്കര ഒച്ചയും വിളിയാണെന്നൊക്കെ പറയും. അതുതന്നെയാണ് ഷോർ വഗൽ എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു. एक तरफ बड़े बड़े होटलों में आते जाते अमीर लोग. तरफ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭാഗം അല്ലേ? ഇപ്പോൾ ഇവിടെ വീണ്ടും വന്ന വാക്ക്.
एक तरफ ഒരു ഭാഗത്ത് ബഡേ ബഡേ ഹോട്ടലോമേം ആത്തെ ജാത്തെ അമീർ ലോഗ്, ഒരു ഭാഗത്ത് വലിയ വലിയ ഹോട്ടലുകളിൽ പോയി വരുന്ന ആത്തെ ജാത്തെ പോയി വരുന്ന അമീർ ലോഗ് ധനികരായിട്ടുള്ള ആളുകൾ അല്ലേ. വേഷവിധാനം കൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കുകയാണ് സാജന്. ഹോട്ടലിലേക്ക് പോയി വരുന്ന വളരെ ധനികരായിട്ടുള്ള ആളുകൾ. ദൂസരി തറഫ് മറ്റൊരു ഭാഗത്ത് പട്ടണത്തിൽ കാണുന്നത് ജൂട്ടെ കാനെ കെ ലിയെ തരസ്നെ വാലെ ബുക്കാരി ലോഗ്. दूसरी तरफ जूटे खाने के लिए तरसने वाले भिखारी लोग. രണ്ടാമത്തെ ഭാഗത്ത് ദൂസരി മറ്റൊരു ഭാഗത്ത് ജൂട്ടെ ഖാനെ കെ ലിയെ ഉപേക്ഷിച്ച വേസ്റ്റാക്കി ഉപേക്ഷിച്ച ഭക്ഷണത്തിന് വേണ്ടി ഖാനെ കെ ലിയെ തരസ്നെ വാലെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന ആരാളുള്ളത്? പിച്ചക്കാരായിട്ടുള്ള ആളുകൾ. ഭിഖാരി എന്ന് പറഞ്ഞാൽ പിച്ചക്കാർ. ബാസാർ കെ ഷിമാലി ഹിസ്സയമേ, പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് एक पुरानी टूटी पोटी इमारत. बाज़ार के शिमाली हिस्से में പടിഞ്ഞാറ് ഭാഗത്ത് ഏക് പുരാനി ഒരു പഴയ ടോട്ടി പോട്ടി ഇമാറത്ത്, ഒരു പൊട്ടിപ്പൊളിയാനായിട്ടുള്ള ഒരു പഴകിയ ഒരു ഇമാറത്ത് എന്ന് പറഞ്ഞാൽ ബിൽഡിങ് ദിക്കായി ദേ രഹി തി കാണുന്നുണ്ട് അല്ലേ. പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പഴയ ബിൽഡിങ് കാണുന്നുണ്ട്. ഉസ്കെ ഖരീബ് അതിൻ്റെ അടുത്ത് കോടെ ക്രിക്കറ്റ് കാ ഠേർ ലഗാ ഹുവാ താ. ഖരീബ് എന്ന അടുത്ത് കോടെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചപ്പ് ചവറുകളുടെ ഡേർ ലഗാ ഹുവാ താ, ഒരു കൂന ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഒരു കൂന കാണുന്നുണ്ട് അവിടെ. വേസ്റ്റ് ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിട്ട് ഒരു കൂനയുണ്ട്. വഹാം ഏക്ക് നന്ന മുന്ന ബച്ച ബൂക്ക് സെ ബലക് കർ അപ്നി മാ സെ രോ കർ ഖാന മാങ് രഹാ താ. വഹാം ഏക്ക് നന്ന മുന്ന ബച്ച, അവിടെ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ബച്ച കുട്ടി, മെലിഞ്ഞുണങ്ങി നന്ന മുന്ന ഒരു എല്ലും തോലുമായ എന്നൊക്കെ പറയും അല്ലേ. മെലിഞ്ഞുണങ്ങിയ ഒരു കുട്ടി ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം, ദാഹം, ഭൂക്ക് വിശപ്പ്. ഭൂക്ക് സെ ബലക് കർ വിശപ്പ് കൊണ്ട് പൊളഞ്ഞിട്ട് അപ്പിനി മാസെ രോക്കർ കരഞ്ഞുകൊണ്ട്, അമ്മയോട് കരഞ്ഞുകൊണ്ട് ഖാന മാഗ്രഹാത്ത ഭക്ഷണം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മാങ്ങിന ആവശ്യപ്പെടുക. മൻസിർ ദേഖ് കർ, ഈ കാഴ്ച കണ്ടിട്ട് സാജൻ കാ ദിൽ ദഹൽ ഗയ, ഈ കാഴ്ച കണ്ടപ്പോൾ സാജൻ്റെ മനസ്സ് പെടഞ്ഞുപോയി. സാജനെ അമ്മ അവിടെ നിർത്തിയതായിരുന്നു അല്ലേ. അപ്പോൾ സാജൻ കണ്ട കാഴ്ചകളായിരുന്നു ഇതെല്ലാം. ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ അല്ലേ. ഒരു ഭാഗത്ത് നല്ല ഹോട്ടലിൽ പോയിരുന്ന ധനികർ, മറ്റൊരു ഭാഗത്ത് പിച്ചക്കാർ അവർ ഒഴിവാക്കിയ ഭക്ഷണം തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. ഒരു ഭാഗത്തൊരു കുട്ടി, വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു കുട്ടി എന്താ അമ്മയെ വിളിച്ചിട്ട് ഭക്ഷണത്തിന് വേണ്ടി കരയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു മകൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഈ കാഴ്ച കണ്ടപ്പോൾ സാജന് ഭയങ്കര സങ്കടമായി. ഉത്തനേമേം ഏക്ക് ഭിഖാരി ഗീത് ഗാത്തെ ഹുയേ വഹാം പഹുഞ്ച. ഇതിങ്ങനെ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് ഉത്തനേമേം, അപ്പോഴേക്ക് അവിടെ ഒരു എന്ത് പറഞ്ഞു, ഏക്ക് ഭിഖാരി ഒരു പിച്ചക്കാരൻ ഗീത് ഗാത്തെ ഹുയേ വഹാം പഹുഞ്ച, പാട്ടൊക്കെ പാടിയിട്ട് അവിടെ വന്നു. ഒരു പാട്ടും പാടിയിട്ട് ഒരു പിച്ചക്കാരൻ ഇങ്ങനെ വന്നൊരു പിച്ചക്കാരൻ പാടുമ്പോൾ എന്തായാലും അവൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുള്ള പാട്ടായിരിക്കും അല്ലേ. അങ്ങനെ ഒരു പിച്ചക്കാരൻ അവിടെ വരികയാണ്. അദ്ദേഹം പാടുന്നൊരു പാട്ടാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. തൽക്കാലം ഇന്ന് നമുക്ക് ഈ പാരഗ്രാഫ് പഠിച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് വാട്സപ്പിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഇതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കണം. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരുന്നുണ്ട്, ഇതിന് പുറകിൽ വാട്സപ്പ് വഴി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം.